ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒത്തിരി കഴിച്ചിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു 4 മണിക്കാണ് നമ്മളിത് കഴിക്കുന്നത്. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നല്ല വിശപ്പല്ലേ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും അല്ലേ. എൻ്റെ വീട്ടിലെ ചെറുപ്പത്തിലൊക്കെ ഒത്തിരി നെൽകൃഷി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ നെല്ലൊക്കെ കുത്തി പുഴുങ്ങി ഉണങ്ങുമല്ലോ. അത് കഴിയുമ്പോഴത്തേനും കുറേ നുറുക്കരി കിട്ടും. അത് നമ്മൾ ചോറൊന്നും വെക്കാൻ ഉപയോഗിക്കത്തില്ല. അത് വറുത്ത് പൊടിച്ച് നമ്മളിങ്ങനെ 4 മണിക്ക് കഴിക്കാറുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഓർമ്മ വന്നപ്പോൾ ഞാൻ അവിടുത്തെ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന്. ഇത് ഉണ്ടാക്കാനായിട്ട് 3 ഇൻഗ്രീഡിയൻറ്റ് മതി. നമ്മൾ അരി വേണം, പിന്നെ കുറച്ച് തേങ്ങ വേണം, ശർക്കര വേണം. ഇത്ര മാത്രം മതി. അപ്പം അന്നൊക്കെ നമ്മൾ ഇത് വറചട്ടി ഉണ്ടല്ലോ, നമ്മുടെ മണ്ണ് കൊണ്ടുള്ള വറചട്ടി, അതിനകത്ത് വറുത്തിട്ട് നമ്മൾ ഓരലിലൊക്കെയാണ് അന്ന് പൊടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇത് പൊടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അരിയാണ് കേട്ടോ. അപ്പോൾ ഇത് മട്ട റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നന്നായിട്ട് കഴുകി 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ആ പാനിനകത്തോട്ട്, ചൂടായ പാനിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അത് എല്ലാം പെട്ടെന്ന് തന്നെ വറ്റും. അത് വറ്റിയിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം. ഇളക്കിയില്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഇപ്പോൾ പറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് കണ്ടോ, ഈ ഒരു ഒച്ച കേൾക്കും കേട്ടോ. അപ്പോൾ അരിയെല്ലാം തന്നെ ഇതുപോലെ പൊട്ടി വരും. അപ്പോൾ നമ്മുടെ അരിയൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അരിയെല്ലാം തന്നെ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. അല്ലാതെ കിടന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്, ഇതിൻ്റെ ചൂടൊക്കെ ആറാൻ വേണ്ടി കേട്ടോ. ഇപ്പോൾ ഇത് ചൂടൊക്കെ മാറി. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അതിന് മുമ്പ് മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് തേങ്ങയും പിന്നെ 1/2 കപ്പ് ശർക്കരയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടാറി കഴിയുമ്പോഴത്തേനും മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഒട്ടും തരിയില്ലാത്ത വിധത്തിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളിന്ന് തേങ്ങയൊക്കെ ചേർക്കണം. അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ പകുതി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ഇനി ആ ബാക്കിയിരിക്കുന്ന പകുതിയിലേക്ക് കുറച്ച് തേങ്ങയും പിന്നെ ശർക്കരയും ഇട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തേങ്ങ പകുതിയോളം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ശർക്കരയുടെ പകുതി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ അടച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇത് കണ്ടോ, ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന പൊടിയുണ്ടല്ലോ, അതുകൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ വേറെ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇതിന് ചെറിയ ഒരു നനവുണ്ട് കേട്ടോ. കാരണം നമ്മൾ എന്തുമാത്രം തേങ്ങയാണ് ചേർക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ പൊടിച്ചെടുത്തേക്കാം. ബാക്കി വെച്ചിരുന്ന തേങ്ങയും പിന്നെ ആ ശർക്കരയും എല്ലാം കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നമുക്ക് നേരത്തെ പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ ജീരകമൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ ഞാനിതിനകത്തൊന്നും ചേർക്കുന്നില്ല. ജീരകമോ ഏലക്കയൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. പക്ഷേ ഇതുപോലെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഏലക്കയോ അല്ലെങ്കിൽ ജീരകമോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു ഉരുള പോലെ, അതായത് ഉണ്ട പോലെ ഉണ്ടാക്കാം. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്നും ഉണ്ടാക്കുകയാണ്. കാരണം ഇതിനകത്ത് ആ തേങ്ങയുടെ നനവ് കൊണ്ട് തന്നെ നമുക്കിതുപോലെ ഉണ്ടയായിട്ട് എടുക്കാവുന്നതാണ്. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടയായിട്ട് എടുക്കുമ്പോഴത്തേനും കഴിക്കാനായിട്ട് എളുപ്പമാണല്ലോ. ഒരെണ്ണം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാപ്പിയുടെ കൂടെയൊക്കെ എടുത്ത് കഴിക്കാം. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇത് 2 തരത്തിലും ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് പൊടിയായിട്ട് തന്നെ, രണ്ടാമത്തത് ഉണ്ടയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ നമ്മുടെ അവലോസുണ്ടയൊക്കെ പോലെ ഇരിക്കും. അവലോസുണ്ട അല്ല കേട്ടോ, അതിൻ്റെ ടേസ്റ്റേ അല്ല ഇതിന്. വേറെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അവലോസ് പൊടിയും അവലോസുണ്ട ഇരിക്കുന്ന പോലെയാണ് അല്ലേ കാണുമ്പോഴത്തേനും ഇരിക്കുന്നത്. പക്ഷേ അതല്ല കേട്ടോ. വേറെ നമ്മൾ അരി വറുത്ത് പൊടിച്ച ഉണ്ടയും അതിൻ്റെ ആ ഒരു പൊടിയാണിത്. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കണ്ടേ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പം കുറച്ചുകൂടെ ഒരു തിക്കായിട്ട് കിട്ടും. പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോരത്തില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. അപ്പം ഞാനൊരു കുറച്ച് കഴിച്ച് നോക്കുകയാണ്. ഇപ്പോൾ കഴിച്ച് നോക്കി എൻ്റെ ഓർമ്മകളൊക്കെ എൻ്റെ ബാല്യകാലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പണ്ടൊക്കെ ആ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കഴിച്ച ഓർമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ അവലോസ് പൊടിയില്ല, അതിൻ്റെ ടേസ്റ്റ് അല്ല, അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണിത്. നമ്മൾ ഉണ്ട ഉണ്ടാക്കിയല്ലോ, ഇത് കണ്ടോ, ടേസ്റ്റ് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. നമ്മുടെ അരിയുണ്ടയൊക്കെ പോലെ ഇരിക്കും. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞ് നമ്മുടെ കട്ടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കഴിക്കാനും പറ്റും. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് ഒത്തിരി ദിവസം ഒന്നും വെക്കാൻ പറ്റത്തില്ല കേട്ടോ.
കാരണം ഇതിനകത്ത് നമ്മൾ ഫ്രഷ് തേങ്ങയല്ലേ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഒരു ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതിനകം തീർത്തേക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ തേങ്ങയുടെ ഒരു ടേസ്റ്റൊക്കെ മാറാൻ സാധ്യതയുണ്ട്. വല്ലപ്പോഴൊക്കെ 4 മണിക്കൊക്കെ നമ്മുടെ കാപ്പിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. പിന്നെ നമുക്ക് വീണ്ടും ഉടനെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ എന്നാൽ ബൈ.